ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ലാണ് റെയിൽവേ. ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷിതമായും ചെലവ് കുറഞ്ഞും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ഗതാഗത സംവിധാനം എന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാപാരത്തിനും സാമൂഹിക ഐക്യത്തിനും റെയിൽവേ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സംബന്ധിച്ച് ജനങ്ങളുടെ ദൈനംദിന ജീവിതം സുഗമമാക്കുന്ന റെയിൽവേ ഇന്ത്യയുടെ പുരോഗതിയുടെ പ്രധാന ശക്തികളിലൊന്നാണ്. രാജ്യത്തുടനീളമുള്ള റെയിൽവേ യാത്രകൾ കൂടുതൽ സുരക്ഷിതവും ക്രമബദ്ധവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ റെയിൽവേ നിരവധി നിർണായക നിയമ ഭേദഗതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ദിവസേന കോടിക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമായ റെയിൽവേയിൽ നിയമലംഘനങ്ങൾ കുറയ്ക്കാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പു നൽകാനുമാണ് പുതിയ നടപടികൾ. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ മാറ്റങ്ങൾ സാധാരണ യാത്രക്കാരെ ലക്ഷ്യമിട്ടുള്ളതല്ല, മറിച്ച് നിയമം ലംഘിക്കുന്നവർക്കും സഹയാത്രികരുടെ സുരക്ഷയെയും സൗകര്യവും അവഗണിക്കുന്നവർക്കുമാണ് കടുത്ത മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിയമലംഘനങ്ങളിൽ ഒന്നാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത്. ഇതിനെ ശക്തമായി തടയുന്നതിനായി റെയിൽവേ ആക്ടിലെ 137, 138 വകുപ്പുകൾ പ്രകാരം ഈടാക്കുന്ന കുറഞ്ഞ പിഴത്തുക 250 നിന്ന് 500 ആയി ഉയർത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെട്ടാൽ യാത്രക്കാർ യാത്ര ചെയ്ത ദൂരത്തിന്റെ ടിക്കറ്റ് നിരക്കിനൊപ്പം പുതിയ പിഴയും അടയ്ക്കേണ്ടി വരും. കൂടാതെ യാത്രക്കാർ ഏത് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ കയറിയതെന്ന് വ്യക്തമായി തെളിയിക്കാൻ കഴിയാത്ത പക്ഷം ട്രെയിനിൽ ആരംഭിച്ച ആദ്യ സ്റ്റേഷൻ മുതൽ പിടിക്കപ്പെട്ട സ്റ്റേഷൻ വരെയുള്ള മുഴുവൻ യാത്രാ നിരക്കും ഈടാക്കും. അതായത് കുറച്ചു ദൂരം മാത്രം യാത്ര ചെയ്താലും തെളിവില്ലെങ്കിൽ മുഴുവൻ ദൂരത്തിന്റെയും തുക നൽകേണ്ടി വരും. ടിക്കറ്റ് പരിശോധകരുടെ പരിശോധന കൂടുതൽ ശക്തമാക്കാനും വിവിധ റൂട്ടുകളിൽ പ്രത്യേക പരിശോധനാ സംഘങ്ങളെ നിയോഗിക്കാനുമാണ് റെയിൽവേയുടെ തീരുമാനം. കുടുംബത്തിന്റെ പേരിലോ സുഹൃത്തിന്റെ പേരിലോ യാത്ര ചെയ്യുന്നത് പലരും നിസാരമായി കാണാറുണ്ട്. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് ഗുരുതരമായ നിയമ ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരാളുടെ പേരിലുള്ള റിസർവേഷൻ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ ആ ടിക്കറ്റ് ഉടൻ റദ്ദാക്കും. കൂടാതെ കുറഞ്ഞത് 500 രൂപ പിഴയും ഈടാക്കും. പിഴ അടയ്ക്കാൻ തയ്യാറാകാത്തവർക്ക് നിയമ നടപടി നേരിടേണ്ടിയും വരും. അത്തരം സാഹചര്യങ്ങളിൽ പരമാവധി 6 മാസം വരെ തടവോ 2000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഈ 2 ശിക്ഷകളും ഒരുമിച്ചോ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്വന്തം പേരിലുള്ള സാധുവായ ടിക്കറ്റിലാണ് യാത്ര ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റെയിൽവേയുടെ ഏറ്റവും വലിയ വീഴ്ചകളിൽ ഒന്നാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാൻ കഴിയാത്തത്. സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നങ്ങളും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വനിതകൾക്കായി പ്രത്യേകമായി സംവരണം ചെയ്ത കോച്ചുകളിൽ പോലും അനധികൃതമായി പ്രവേശിക്കുന്ന പുരുഷന്മാർക്കെതിരെ ശക്തമായ നടപടികളാണ് ഇനി ഉണ്ടാവുക. സ്ത്രീകളുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നതിനും യാത്ര സുതാര്യമാക്കുന്നതിനും റെയിൽവേ മറ്റൊരു നിയമം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി പുരുഷന്മാരെ ലേഡീസ് കോച്ചിൽ നിന്നും പിടിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് 2500 രൂപ പിഴ ചുമത്തും. അതോടൊപ്പം യാത്ര തുടരാൻ അനുവദിക്കാതെ അടുത്ത സ്റ്റേഷനിൽ തന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. ഈ നിയമം കർശനമായി നടപ്പാക്കുന്നതിനായി വനിതാ RPF ഉദ്യോഗസ്ഥരെയും പ്രത്യേക ഫ്ലൈയിങ് സ്ക്വാഡുകളെയും വിവിധ ട്രെയിനുകളിൽ വിന്യസിപ്പിക്കും. തിരക്കാണ്, അറിയില്ലായിരുന്നു എന്നതുപോലെയുള്ള കാരണങ്ങൾ പലപ്പോഴും പരിഗണിക്കാതിരിക്കപ്പെടാനും സാധ്യതയുണ്ട്. മറ്റൊരു നിയമം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. ട്രെയിനിനുള്ളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ നിരോധിത മേഖലകളിലോ പുകവലിക്കുന്നത് യാത്രക്കാരുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന കുറ്റമായാണ് റെയിൽവേ കണക്കാക്കുന്നത്. ഇതുവരെ 100 രൂപ മാത്രമായിരുന്ന പിഴ ഇനി 2000 രൂപയാക്കി ഉയർത്തുകയാണ്. 20 മടങ്ങ് വർധനവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ട്രെയിനിൽ സിഗരറ്റ്, ബീഡി, സിഗരറ്റ് തുടങ്ങിയ ഉപയോഗിക്കുന്നവർക്കെല്ലാം ഈ നിയമം ബാധകമാകും. പുകവലി കാരണം തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ നടപടികൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മദ്യപിച്ച് ട്രെയിനിൽ കയറുകയും സഹയാത്രികരെ ബുദ്ധിമുട്ടുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നത് ഇനി വലിയ വില നൽകേണ്ട കുറ്റമാകും. ഇത്തരം സാഹചര്യങ്ങളിൽ 500 രൂപ ആയിരുന്ന പിഴ 1000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. പിഴ ചുമത്തുന്നതിനൊപ്പം കുറ്റക്കാരനെ ട്രെയിനിൽ നിന്ന് പുറത്താക്കാനും അധികൃതർക്ക് അധികാരമുണ്ട്. ആവശ്യമായാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാനും കഴിയും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടി. ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ നിയന്ത്രണങ്ങളാണ് റെയിൽവേ കൊണ്ടുവന്നിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ ഭക്ഷണ സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നവർക്ക് 2000 രൂപ പിഴ ചുമത്തും. കുറ്റം ആവർത്തിച്ചാൽ 1 വർഷം വരെ തടവ് ലഭിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു നിയമം
സമയം ലാഭിക്കാൻ പലരും ട്രാക്ക് മുറിച്ചു കടക്കുന്നത് ഒരു പതിവാണ്. എന്നാൽ ഇത് അതീവ അപകടകരമാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അപകടകരമായി കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രാക്കിലൂടെയുള്ള യാത്രക്കാരുടെ നടത്തം. പുതിയ നിയമപ്രകാരം ട്രാക്കിലേക്കോ റെയിൽവേയുടെ നിയന്ത്രിത മേഖലയിലേക്കോ അനധികൃതമായി പ്രവേശിക്കുന്നവർക്ക് 5000 രൂപ വരെ പിഴ ഈടാക്കും. റെയിൽവേ അപകടങ്ങളിൽ വലിയൊരു ശതമാനം ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ഉണ്ടാകുന്നതാണെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. കൂടാതെ ട്രെയിനുകളിൽ സ്ഫോടക വസ്തുക്കൾ, പടക്കങ്ങൾ, ഗ്യാസ് സിലിണ്ടറുകൾ, തീപിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കൾ തുടങ്ങിയ അപകടകരമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഗുരുതര കുറ്റമാണ്. ഇത്തരം വസ്തുക്കൾ കണ്ടെത്തിയാൽ കുറഞ്ഞത് 1000 രൂപ പിഴ ഈടാക്കും. ഇതിനു പുറമെ ക്രിമിനൽ കേസുകളും രജിസ്റ്റർ ചെയ്യും. ഇവ മൂലം അപകടമോ നാശനഷ്ടമോ ഉണ്ടായാൽ അതിന്റെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വവും കുറ്റക്കാരന് തന്നെയായിരിക്കും. ടിക്കറ്റ് പരിശോധന, വനിതാ കോച്ചുകളുടെ നിരീക്ഷണം, പ്ലാറ്റ്ഫോമുകളിലെ അനധികൃത കച്ചവടം, ട്രാക്ക് സുരക്ഷ, പുകവലി, മദ്യപാനം എന്നിവ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കും. CCTV ക്യാമറകൾ, മൊബൈൽ പരിശോധനാ യൂണിറ്റുകൾ, RPF ഉദ്യോഗസ്ഥർ എന്നിവരുടെ സേവനവും കൂടുതൽ ശക്തമാക്കും. നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ ചട്ടങ്ങൾ ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കില്ലെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നു. മറിച്ച് നിയമലംഘകരെ നിയന്ത്രിക്കുന്നതിലൂടെ സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാ അനുഭവം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. 2026 ജനവിശ്വാസ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കടുത്ത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന 2026 ജൂലൈ 1 മുതൽ പുതിയ നിയമങ്ങളും വർദ്ധിപ്പിച്ച പിഴകളും പൂർണ്ണതോതിൽ പ്രാബല്യത്തിൽ വരും. റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സെൻട്രൽ റെയിൽവേ സോണിൽ മാത്രം കഴിഞ്ഞ മെയ് മാസത്തിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത 5 ലക്ഷത്തിലധികം യാത്രക്കാരിൽ നിന്നായി 40 കോടിയിലധികം രൂപയാണ് പിഴയായി ഈടാക്കിയത്. പുതിയ നിയമങ്ങളിൽ പിഴ അധികരിച്ചതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ പുറപ്പെടുവിക്കുന്ന കണക്കുകൾ ഇതിലും കൂടുതലാകാൻ കൂടി സാധ്യതയുണ്ട്. നിയമങ്ങൾ കർശനമാക്കുന്നതിലൂടെ അച്ചടക്കമുള്ള യാത്രാ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റെയിൽവേ അവകാശപ്പെടുമ്പോഴും റെയിൽവേയുടെ സ്വന്തം വീഴ്ചകൾക്കും കൃത്യനിഷ്ഠതയില്ലായ്മകൾക്കുമെതിരെ യാതൊരുവിധ പിഴയോ ഉത്തരവാദിത്തമോ നിശ്ചയിച്ചിട്ടില്ലാത്ത ഈ പുതിയ നിയമങ്ങൾ വൺ വേ ട്രാക്ക് പോലെ യാത്രക്കാരെ മാത്രം ശിക്ഷിക്കുന്ന ഒന്നായി മാറുമെന്നാണ് യാഥാർത്ഥ്യം.